ഏത്? അവ്യക്തതയിൽ നിന്നും വന്ന് വ്യക്തമായത് വീണ്ടും അവ്യക്ത. ഇതാണ് സയൻസും ആക്സെപ്റ്റ് ചെയ്യുന്നത്. എനർജിയിൽ നിന്ന് വന്ന് അത് മാറ്ററായി, മാസായി, അത് വീണ്ടും എനർജി. ഇപ്പൊ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതിനെ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ വെച്ച് H2O എക്സ്പെരിമെന്റ് നടത്തി ഒരു ഡ്രോപ്ലെറ്റ് വെള്ളം കാണും. കാരണം ഹൈഡ്രജനും വെള്ളം ചേർന്നാൽ വെള്ളം ഉണ്ടാവും. അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായി? ഹൈഡ്രജനും ഓക്സിജനും. അല്ല എന്താവാനാ? അപ്പൊ ഏതിൽ നിന്ന് വന്നുവോ അതിലേക്ക് തന്നെ അത് തിരിച്ചു പോകുന്ന, അതായത് എനർജിയെ നീദർ ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ്, ബട്ട് വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി. ആ ഒരു പരിണാമം, ആ ഒരു പരിവർത്തനമാണ് ഈ പ്രപഞ്ചമൊക്കെ രൂപപ്പെട്ടതെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവ്യക്തതയിൽ നിന്ന് വന്ന് വ്യക്തതയിൽ നിന്നും വീണ്ടും അവ്യക്ത. അപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെയാണ്? ഈ അവ്യക്തമായ മനസ്സിനെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ എന്തിനാ ഇത് പഠിക്കുന്നത്? ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഒന്നുകൂടിയും ഇംപ്രൂവ് ചെയ്യാൻ. എന്താ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക പറഞ്ഞാല്, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാനുള്ളൊരു കഴിവും ശക്തിയും കരുത്തും ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മനസ്സ് നമുക്കൊരു ഭാരമോ പ്രശ്നമോ അല്ല. അല്ലെങ്കിൽ നമ്മൾ മനസ്സിനെ അവഗണിച്ചാലോ, പ്രായമാകുമ്പോൾ ഒരു പക്ഷേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മനസ്സ് നമുക്കൊരു ഭാരമായി തീരും. ആണോ? അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിനെ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഏതിനെ പഠിക്കണം? ഏതിനെ കുറിച്ച് പഠിക്കണം? മനസ്സിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മ ദൃക്കാവണം. ആരാവണം? അന്തർദൃക്കാവണം. ഉള്ളിലേക്ക് നോക്കണം. കാരണം ദേഹിയിലാണ് ഏത് നിൽക്കുന്നത്? ദേഹം നിൽക്കട്ടെ. അപ്പൊ ഈ ഒരു ചക്രം നിങ്ങളുടെ ഉള്ളിൽ ഓർമ്മ വരിക. മനുഷ്യ ജീവിതം ഒരു ചക്രമാണ്. 3 ചക്രങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഏതൊക്കെയാ 3 ചക്രം? 5ന്റെ ചക്രവും 10ന്റെ ചക്രവും 20ന്റെ ചക്രവും ഒക്കെയാണോ? ഇത് റുപ്പയ അല്ല പറയുന്നത്. ഏത് ചക്രമാണ്? കാലചക്രം, കർമ്മചക്രം, മറ്റൊരു ചക്രമുണ്ട്. അതിന്റെ പേരാണ് ജ്ഞാനചക്രം. എന്താണ്? അല്ലെങ്കിൽ അനുഷ്ഠാന ചക്രം. ജ്ഞാനചക്രം എന്താണ്? ജ്ഞാനത്തിന്റെ ഒരു ചക്രമുണ്ട്. ഈ ചക്രത്തിലൂടെ കടന്നു പോവാൻ പറ്റിയാൽ ജീവിതം ടോട്ടലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഏത് ചക്രത്തിലൂടെ? ഏത് ചക്രത്തിലൂടെ? ജ്ഞാനചക്രം. ജ്ഞാനചക്രം എന്ന് പറഞ്ഞാൽ വെറും ജ്ഞാനം എന്ന് മാത്രമല്ല, ജ്ഞാന അനുഷ്ഠാന ചക്രം. ഏതാണ്? ജ്ഞാനവും നേരത്തെ പറഞ്ഞില്ലേ 2 കാര്യം, വിദ്യയും വേണം, പരിശീലനവും വേണം. വിദ്യയും അത് രണ്ടും കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോ ഇതൊരു ചക്രമാണ്. ഏത്? ജീവിതം ചക്രമാണ്. എവിടെ നിന്നാണോ പുറപ്പെട്ടത് പറയൂ, അവിടേക്ക്. അപ്പൊ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയേണ്ട യാതൊരു കാര്യമില്ല. അത് അർത്ഥമില്ലാത്തതാണ്. കാരണം ഇത് എവിടെ നിന്ന് വന്നുവോ അവിടേക്കാണത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃഷ്ണൻ ഒത്തന്റിക്കേറ്റ് ചെയ്യുന്ന ശ്ലോകാണ് 3:16. ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ഫിസിക്സുമായി നമുക്ക് കണക്ട് ചെയ്തിരുന്ന ശ്ലോകങ്ങളാണ്. ഈ സയൻസ് ആൻഡ് ഫിലോസഫി എന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മള് കുട്ടികൾ ഇവിടെയൊക്കെയാണ് പഠിക്കുന്നത്. നമ്മുടെ പൂർവികർ എത്രമാത്രം സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചവരായിരുന്നു. ഇതൊക്കെ ഹിന്ദുമതത്തിന്റെ, എന്നിട്ട് ഇതൊക്കെ നമ്മൾ എങ്ങനെയോ നമുക്ക് ഒരു എന്താ പറയാ ക്രിറ്റിസിസം ഉള്ള ബുക്കുകളായി. ഹിന്ദുമതം എന്ന് പറയുന്നത് വർഗീയമാണ്, ഇതൊക്കെ വെറും മിത്താണ് എന്നൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ വെറുതെ സമൂഹത്തിലേക്ക് വലിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്. ഈ നോളജ് നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് പഠിക്കണം. 3:16 കിട്ടിയോ? ഏവം പ്രവർത്തിതം ചക്രം. ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാണ്. കാരണം ഫിസിക്സ് പഠിപ്പിക്കുന്നതാണ് 5000 വർഷം മുമ്പ് ആര് പഠിപ്പിക്കുന്നത്? കൃഷ്ണൻ അന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. ഫിസിക്സ് പഠിപ്പിച്ചതാണ്. കാർബൺ സൈക്കിൾ ഉണ്ട്, എനർജി സൈക്കിൾ ഉണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ പല തിയറികൾ നമുക്ക് ഫിസിക്സിൽ 1000 തിയറികൾ എടുക്കാം.
അതുപോലെ തന്നെ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്ന ലൈഫ് സൈക്കിൾ ഉണ്ട്. എവിടുന്ന് വന്നു അവസാനം അവിടേക്ക് തിരിച്ച് പോകുന്നൊരു ചക്രം, അല്ലെ? പ്രകൃതിയിൽ നിന്ന് വന്നത് പ്രകൃതിയിലേക്ക് പോകുന്ന ഒരു ചക്രം. ഇതെല്ലാം സയൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടെ നിന്നാണോ ഇതെല്ലാം പരിണാമം ചെയ്തു വരുന്നത്, തിരിച്ച് അതിലേക്കാണ് പോകുന്നത്. ഇത് 5000 വർഷം മുമ്പ് കൃഷ്ണൻ മനസ്സിലാക്കിക്കൊണ്ട് പറയണു, ഏവം പ്രവർത്തിതം ചക്രം. ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ചക്രം. ഏവം, ഇപ്രകാരം. എപ്രകാരം? എപ്രകാരം? അവ്യക്തതയിൽ നിന്നും വന്ന് വ്യക്തതയിലേക്ക് വന്ന് വീണ്ടും അവ്യക്തതയിലേക്ക് പോകുന്ന ഈ ചക്രത്തെ ന അനുവർത്തയതി. യഹ ന അനുവർത്തയതി. ആരാണോ അതിനെ അനുവർത്തിക്കാത്തത്, എന്നുവെച്ചാൽ അത് മനസ്സിലാക്കി പരിശീലിക്കാത്തത് അവരുടെ ജീവിതം അഖായു ഇന്ദ്രിയാരാം. അഖായു എന്ന് പറഞ്ഞാൽ, അഖാം എന്ന് പറഞ്ഞാൽ ഇവിടെ പാപം എന്ന് പറഞ്ഞാൽ അർത്ഥം ദുർബലത എന്നാണ്. അങ്ങനെയുള്ളവരുടെ മനസ്സ് ദുർബലമായി മോഹം പാർത്ത മോഹം ജീവിതം. മോഹം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയൊരു ജീവിതം. എന്താണ്? നഷ്ടപ്പെട്ടു പോയൊരു ജീവിതവുമായി അവര് ജീവിക്കുന്നു. അവരാ ജീവിതത്തെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവരൊരു ഉണർവിലും ഊർജത്തിലും ഉത്സാഹത്തിലും ജീവിക്കുന്നതിന് പകരം വളരെ ഡിപ്രസ്ഡ് ആയിപ്പോയി. എന്താ കാരണം? അവ്യക്തതയിൽ നിന്ന് വന്ന ഈ മനസ്സ് വ്യക്തമായൊരു ശരീരത്തിലൂടെ വന്ന് വീണ്ടും അത് അവ്യക്തതയിലേക്ക്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിത് വെറും ഭാഷ മാത്രമേ ഉള്ളൂ അവ്യക്തത എന്നുള്ള. അതെന്താ ഒന്നുകൂടി നമ്മൾ പഠിക്കേണ്ടത്. ആ വാക്ക് എന്താണ് അവ്യക്തത എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാഷ സൂക്ഷ്മം നടത്തെടുത്തോളൂ. എന്നാലും മനസ്സിലാക്കുക, സൂക്ഷ്മതയിൽ നിന്ന് വന്നത് തിരിച്ചത് കറങ്ങി ഏതിലേക്ക് വരണം? അപ്പൊ അത് സ്ഥൂലതയിൽ ഉറപ്പിച്ചു നിർത്തരുത്. ഏതിനെ? മനസ്സിലായില്ല? അതായത് മനസ്സ് സൂക്ഷ്മതയിൽ നിന്നും വന്ന് സ്ഥൂലതയിൽ കൂടെ പ്രവർത്തിച്ച് വീണ്ടും അങ്ങനെ സൂക്ഷ്മതയിലേക്ക് അത് പോവേണ്ട മനസ്സിനെ നമ്മളൊരു സ്ഥൂല ശരീരത്തിന്റെ പ്രശ്നങ്ങളിൽ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ ജീവിതം ദുർബലവും ദുരിതവുമാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യമുണ്ട്. എന്താണ്? നമുക്കൊരു അറിവ് വേണം. എന്താ അറിവ്? ഈ മനസ്സിനൊരു പ്രശ്നമുള്ളത്, അതിനുള്ള പ്രത്യേകത ആകർഷണവും ആസക്തിയും ഉണ്ട്. എന്താണ്? ആകർഷണവും ആസക്തിയും അവശതയും ഉണ്ട്. എന്തുണ്ട്? അതങ്ങനെ ചിലർ പ്രശ്നം ഉണ്ടാക്കും. ആകർഷണം ഉണ്ടോ അതിന്? ഇല്ല. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതിന് എന്തുണ്ട്? ആകർഷണമുണ്ട്. പല ഏജിലും പലതിനോടാണ് ആകർഷണം. പല ഏജിലും പലതിനോടാണ് ആകർഷണം. ആണോ? ശങ്കരാചാര്യസ്വാമികൾ മനോഹരായിട്ട് പറഞ്ഞു തരുന്ന ശ്ലോകമുണ്ട്. എന്താണത്? ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത വൃദ്ധസ്താവൽ ചിന്താമഗ്ന പരമേ ബ്രഹ്മണി കോപിനസക്ത. ബാലസ്താവത് ക്രീഡ, കളിപ്പാട്ടങ്ങളോട്. തരുണസ്താവത് പറയേണ്ടതില്ലല്ലോ. പിന്നെ സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാൽ തിരുവോണം. അങ്ങനെ പോയി. പിന്നെ അത് അവിട്ടവും ചവിട്ടവും ആവുന്നതുവരെ ഒന്നിന്റെ പിന്നാലെ മറ്റൊരാളായിട്ട് അങ്ങനെ അതങ്ങനെ ജീവിച്ചോളും. അതങ്ങനെ പോയിക്കോളും. അല്ലേ? വൃദ്ധസ്ഥാവത് എല്ലാവരും പോയി. ഞാൻ പറയട്ടെ, ഒരു ഭാഗത്ത് മൂലയിലിരുന്ന് പരാതിയും പരിഭവമായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നതാണ്. ഏത്? വൃദ്ധസ്ഥാവത്. എന്നിട്ട് പറയാ എന്ത് ജീവിതം അവർ ജീവിച്ചത്. അപ്പോ ഇങ്ങനെ മനസ്സിന് പലതിനോടും ഏതുണ്ട്? ആകർഷണമുണ്ട്, ആസക്തിയുണ്ട്. അതിലൊരു ആകർഷണം മാത്രമല്ല, അവസാനം അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവശതയുണ്ട്. അതിൽ പെട്ടുപോയൊരു മനസ്സിനെ പിടിച്ച് പുറത്തു കൊണ്ടുവരൽ അത്ര അല്ല.
അപ്പം ഒരു കാര്യം കൂടി പ്രാക്ടീസ് ചെയ്ത് പോയാൽ ഈ മനസ്സ് വലിയ ദുരിതം തരില്ല. എന്താണ്? അവ്യക്തതയിൽ നിന്ന് വന്ന മനസ്സ് വ്യക്തമായി വീണ്ടും അതിനെ അവ്യക്തതയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പൊ ഈ അവ്യക്തത എന്താന്നുള്ള ഇപ്പോഴൊരു പിടിയില്ലേ നമുക്ക്. എന്നാൽ അങ്ങനെ ഒരു കുന്തം ഉണ്ടെന്ന് നിലയിൽ വെച്ചോളൂ. ഇതൊരു ചക്രം ഉണ്ട് എന്ന്. ആ ചക്രത്തെ ശരിക്കും മനസ്സിലാക്കിയാലേ ജീവിതം ഒരു ചക്രമായിരിക്കും. അതിന്റെ പേരാണ് ചക്രശ്വാസം എന്ന്. എന്താണ്? ഞാൻ ആകെ ചക്രശ്വാസം വലിക്കുകയാണ് ഇതിനുള്ളിൽ കിടന്ന്. അപ്പൊ ഒരു ചക്രത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആ ചക്രത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ അറിയില്ലെങ്കിൽ അഭിമന്യുവിന്റെ ഗതി വരും നമുക്ക്. എന്ത് ഗതി? അദ്ദേഹം ചക്രവ്യൂഹത്തിന്റെ അകത്തേക്ക് കയറി, പക്ഷെ പാവത്തിന് ചക്രത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. അവിടെ കടന്നു, അതോടുകൂടി ജീവിതവും തീർന്നു. ഇതുപോലെയാണ് ഓരോ ചക്രങ്ങൾ കയറി പിടിക്കുമ്പോൾ ആ ചക്രത്തിൽ നിന്നും പുറത്തു കയറി പിടിച്ചിട്ടില്ലെങ്കിൽ, അല്ല പുറത്തേക്ക് വന്നില്ലെങ്കിൽ ചക്രശ്വാസം വലിക്കും. അതാണ് പലരും അറിയാത്തത്. ഈ ആത്മീയതയുടെ ആവശ്യം അതാണ്. എന്താ ആവശ്യം? നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളൊരു ചക്രത്തെയാണ് പിടിച്ചിരിക്കുന്നത്, നിങ്ങളാരും അറിയുന്നില്ല. ആ ചക്രത്തെ വിടണം എന്നല്ല പറയണത്, അതിൽ നിന്ന് ഒട്ടൽ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ആരെ ബാധിക്കും? ആരെ ബാധിക്കും? നമ്മളെ ബാധിക്കും. ആവശ്യമില്ലാത്ത ദുഃഖം നമ്മൾ കൊണ്ടു നടക്കും. ആണോ? ഒരാള് വലിയ ദുഃഖത്തിൽ, അയാളുടെ ഭാര്യ മരിച്ചപ്പം വലിയ ദുഃഖത്തിലിരിക്കുകയാണ്. വലിയ സങ്കടം മനുഷ്യന്. എന്താണ് പറയണ, മക്കളൊക്കെ ആണെങ്കിൽ ഒന്നും വലിയൊരു സ്നേഹമൊന്നും ഉള്ളതല്ല. ആകെ സ്നേഹം ഉണ്ടായിരുന്നത് ഭാര്യയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഭാര്യയ്ക്ക് വേറെ എവിടെയും പോവാനില്ല. അതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിനെ സ്നേഹിക്കല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ഭാര്യ അങ്ങനെ ഇയാളെ കാര്യമൊക്കെ കൊണ്ട് പാവം പെട്ടെന്ന് മരിച്ചും പോയി. ഇയാള് വളരെ സങ്കടത്തില് എന്റെ ജീവിതം കഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുമ്പം ഇയാളെ ആശ്വസിപ്പിക്കാൻ വന്ന ആള് പറഞ്ഞു, അങ്ങയുടെ കയ്യിലുള്ള നവരത്നമോതിരം ശരിക്കുള്ള രത്നാണോ എന്ന് വെറുതെ ചോദിച്ചതാണ്. അങ്ങയുടെ കയ്യിലുള്ള ഈ നവരത്നമോതിരം ഉണ്ടല്ലോ ചിലര്, ഇത് ശരിക്കുള്ള നവരത്നാണോ? അപ്പൊ അതേ ഊരിട്ട് ശരിയല്ലേ? ആ മനുഷ്യൻ എന്താ ചെയ്തറിയോ? ആശ്വസിപ്പിക്കാൻ വന്ന ആള് അയാൾ ആ മോതിരം കൊണ്ട് ഓടി. ഇന്നത്തെ സ്വർണത്തിന്റെ വില എന്താ നോക്കൂ നിങ്ങള്, ഭയങ്കര വിലയല്ലേ. ആ മനുഷ്യ ഇയാളുടെ പിന്നാലെ ഓട്ടം തന്നെ. 2-2.5 പവന്റെ സ്വർണമോതിരാണ്. ഭാര്യ പോയാലും ഇനിയിപ്പോ തിരിച്ചു വരില്ല, ഇതെങ്കിലും തിരിച്ചു കിട്ടണ്ടേ. ഇയാള് ഓട്ടത്തോടോട്ടം. ആരുടെ പിന്നാലെ? മറ്റാള് ഓടി ഓടി 2-2.5 കിലോമീറ്റർ അങ്ങോട്ടും ഓടിയിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് മറ്റാൾ നോക്കുമ്പോ ഈ മോതിരെടുത്ത ആൾ ഇയാളുടെ വീട്ടിലേക്ക് തന്നെയാണ് ഓടുന്നത്. അയാളുടെ വീട്ടിലേക്കല്ല, ഈ വന്ന ആളുടെ വീട്ടിലേക്ക്, മോതിരത്തിന്റെ ഉടമയുടെ വീട്ടിലേക്ക്. അവിടെ വന്ന് അദ്ദേഹം ആ മോതിരം അവിടെ വെച്ചതും ആ ആള് ആ മോതിരം ഒറ്റപ്പെടുത്താണോ. ചോദിച്ചു, ഇപ്പൊ അങ്ങക്ക് ദുഃഖാണോ സന്തോഷാണോ എന്ന്. ഈ ഒരു നിമിഷം അങ്ങക്ക് ഇപ്പൊ എന്താ ഉള്ളത്? ദുഃഖാണോ സന്തോഷാണോ? അവ പറഞ്ഞു, ഇത്രയും നേരം അങ്ങ് ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. ആരെക്കുറിച്ചാ ചിന്തിച്ചത്? അപ്പം അങ്ങക്ക് ഭാര്യയാണോ ഏറ്റവും വലുത്, മോതിരാണോ? ഏതാ വലുത്? ഇതാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത്. ആണോ അല്ലയോ? നമ്മൾ വെറുതെ ഓരോന്നിലങ്ങനെ തൂങ്ങിക്കേറി പിടിക്കുകയാണ്. അതിലും വലുത് ഇപ്പുറത്ത് പോയാലോ, അതിലും ഇപ്പുറത്ത് പോയാലോ? അവൻ മനുഷ്യൻ അതിന് വിട്ട് പറയൂ വേറൊന്നിനെ കയറി പിടിക്കും. ആണോ അല്ലയോ? ഇന്ന് ഞാനൊരു ഫോട്ടോ കണ്ടു പേപ്പറിൽ, വെറുതെ മറച്ചു നോക്കിയപ്പോ ഒരു 76 വയസ്സായിട്ടുള്ള കാരണവരുടെ വിവാഹം നടന്നിരിക്കുന്നു. അപ്പം അയാൾ എത്ര പ്രാവശ്യം, ഒരു ക്രിസ്ത്യനാണ് അയാൾ, ഏലിയാമ്മ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിരിക്കുന്നു. അവർക്കാണെങ്കിൽ പാവം, അവർക്കും അത്യാവശ്യം 10-60-70 വയസ്സുണ്ട്. ഇവർ രണ്ടുപേരും പ്രായമായപ്പോ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഇയാളാണെങ്കിൽ പാവം ദിവസവും കല്ലറയിൽ പോയിട്ട്, നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, നിന്നെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ, നീ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്ന ഒരാളാണ് അല്ലേ. പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് അപ്പം ഇതൊക്കെ എത്ര കാലം നമ്മുടെ മനസ്സിൽ നിൽക്കും? അത് പലരും അറിയുന്നില്ല. പലരും അതിന് ഓവറായിട്ട് അങ്ങോട്ട് ഒരു പ്രാധാന്യം കൊടുത്ത് അതിൽ തന്നെ അങ്ങോട്ട്, അല്ലേ, മക്കൾ മരിച്ച ദുഃഖത്തിൽ എത്രയോ കാലം ജീവിക്കുന്നവരുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഓരോരോ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ അങ്ങനെ. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഒരു വഴി ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, അവർക്കൊട്ട് അറിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു കാരണത്താലും
ഒന്നിലും അനാവശ്യമായി കുരുങ്ങാതിരിക്കണമെങ്കിൽ മനസ്സിനെ ഈ ചക്രത്തിൽ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിനെ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി, ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി. നിങ്ങൾ ആ ചക്രത്തിൽ പ്രവർത്തിപ്പിക്കാൻ മനസ്സിനെ പരിശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് എവിടെ കൊണ്ടെത്തിക്കും? എവിടെ കൊണ്ടെത്തിക്കും? ദുഃഖങ്ങളിൽ കൊണ്ടെത്തിക്കും. അകായോ ഇന്ദ്രിയാരാമ മോഹം പാർത്ഥസ ജീവതി. അപ്പോ ഇവിടെ ഇനി നമുക്ക് കാണേണ്ടത് ഈ അവ്യക്തം എന്നാൽ എന്താണ്? നമ്മളിപ്പോ അവ്യക്തം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. മനസ്സവ്യക്തമാണ് നമുക്ക് മനസ്സിലായി. കാരണം മനസ്സിനെ ഇന്നുവരെ ആരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, പ്രാണനെയും ഇതുവരെ ആരും കണ്ടില്ല. അതാണ് ഈ മെഡിക്കൽ സയൻസിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ മെഡിക്കൽ സയൻസ് ഡോക്ടർമാരുടെ സംബന്ധിച്ചൊരു വലിയ ദുരന്തം. ഇത് കുട്ടികളെയൊക്കെ നമുക്ക് ആത്മീയത ആക്കേണ്ടതിന്റെ ആവശ്യതാണ്. അതായത് അനാവശ്യമായി എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ വെച്ചു. ഇന്നിപ്പോ ധാരാളം കുട്ടികൾ അങ്ങനെയാണ്. എനിക്ക് നീറ്റ് കിട്ടണം, നീറ്റ് കിട്ടണം, നീറ്റ് കിട്ടണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടാത്ത ഒരു വിഷമം ഡിപ്രഷനിൽ കൊണ്ടുപോകും. ഉണ്ടോ ഇല്ലയോ? അതുപോലെ ചില കല്യാണം, ഒരു പയ്യനെ പ്രേമിച്ചു, അതിനെ തന്നെ കെട്ടണം, അതിനെ തന്നെ കെട്ടണം. അവൻ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത്രയും കാലം അവന്റെ പിന്നാലെ, അവൻ എന്റെ പിന്നാലെ, അവൻ പിന്നെ തീയിട്ട് കൊല്ലുമെന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ അവനെ കെട്ടിയിട്ടേ അടങ്ങൂ എന്നുള്ളൊരു വാശി. അവനെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അച്ഛനും അമ്മയും പറഞ്ഞു, നമുക്ക് ജാതിയും കുലവും ഗോത്രവും ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കാതെയൊന്നും കെട്ടില്ല, ജാതകമാണെങ്കിൽ നല്ലോണം നോക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും ജാതകം പൊരുത്തപ്പെടാത്ത കേസും ആവും. അപ്പൊ പിന്നെ അവിടെ കോൺഫ്ലിക്റ്റ് വന്നു. ഡിപ്രഷനിൽ പോവില്ലയോ? പോവും. അപ്പൊ ഇന്ന് അത്തരത്തിലുള്ള ഡിപ്രഷനിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത് ഒരു വലിയ പ്രതീക്ഷയുടെ ലോകത്തിലാണ്. പണ്ടെന്താന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് എപ്പോ കെട്ട് നടക്കും, ആരുടെ കൂടെ കെട്ടും ഒന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങളെ കെട്ടി അവിടുന്ന് കൊണ്ടുപോകുന്നുള്ള ഉറപ്പാണ്. അല്ല, നിങ്ങളെ കെട്ടി കൊണ്ടുപോകുന്ന പറഞ്ഞാൽ വേറെ അർത്ഥം എടുക്കരുത്. അതിന് വേറൊരു അർത്ഥമുണ്ട്. കെട്ടിയെടുക്കുന്നു പറഞ്ഞാല് കെട്ടിക്കൊണ്ടുപോകും. ഞാൻ ഭാഷ തെറ്റിപ്പോയതാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ ഒരു ദിവസം നിങ്ങളുടെ കെട്ട് ആരുടെങ്കിലും കൂടെ നടക്കുന്നുള്ള ഉറപ്പാണ്. ഇന്നിപ്പോ അത് മാറി. ഞാൻ കെട്ടും, എന്റെ ഇഷ്ടപ്രകാരം കെട്ടും, ആണോ അല്ലയോ? ആ ലോകത്തിലേക്ക് മനുഷ്യന്മാർ. അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ വളരെ കൂടുതലാണ്. എത്ര എക്സ്പെക്ടേഷൻ ഉണ്ടോ അത് നടന്നില്ലെങ്കിൽ അത്ര ഫ്രസ്ട്രേഷനും ഉണ്ടോ? അപ്പൊ ഈ ഡിപ്രഷനൊക്കെ വരാനുള്ള സാധ്യതകൾ. അപ്പൊ ഇതൊക്കെ നമ്മളിൽ എന്തുണ്ടാക്കുന്നു? ഡിപ്രഷനൊക്കെ വരുമ്പം ശരീരത്തിലെ മാറ്റങ്ങളുണ്ടോ? നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കും. എന്താണ്? ശരീരത്തിലെ പല കെമിക്കൽസ് ഒക്കെ മാറുന്നു. നമ്മുടെ അഡ്രിനാൽ ഗ്രന്ഥിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, തൈറോയിഡ് ഗ്രന്ഥിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ അത് പല ഇപ്പൊ ഡോപ്പോമൈൻ എന്നൊക്കെ പറഞ്ഞുള്ള ഹോർമോണിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടാവില്ലേ? മൂഡ് മാറുമ്പോൾ ശരീരത്തിൽ പല ഹോർമോൺ വ്യതിയാനങ്ങളും സംഭവിക്കുന്നു, കേട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഈ കാരണങ്ങളാൽ ശരീരത്തിൽ പല വിധത്തിലുള്ള രോഗങ്ങളും വരാനുള്ള സാധ്യത. അത് ഈ മൂഡ് ചേഞ്ചിങ് ആണ് ഈ പ്രധാനം ഇവർക്കുള്ളത് എന്നത് മനസ്സിലാക്കാൻ ഡോക്ടർമാർക്ക് പറ്റില്ല. അവരതിന് പകരം എന്താണ്? ഡിപ്രഷനൊക്കെ കൊടുക്കുന്ന മരുന്ന് എപ്പിലെപ്സിക്കൊക്കെ കൊടുക്കുന്ന മരുന്നാണ്. ഈ എപ്പിലെപ്സി എന്ന് പറഞ്ഞാല് അപസ്മാരം തുടങ്ങിയില്ല. ഇതൊക്കെ എന്താ അറിയോ? നെർവുകളെ തളർത്തുന്ന മരുന്നുകളാണ്. ഒരു തരത്തിലും മനസ്സിലെ ചിന്തകളെ മാറ്റാൻ ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചില്ല. അപ്പൊ നോക്കൂ നിങ്ങള്. അപ്പൊ ഈ തരത്തിലേക്കൊക്കെ കുട്ടികൾ എത്തിപ്പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിന്തകൾ അങ്ങോട്ട് കാട് കയറുക. ചിന്തകളെ അവരങ്ങോട്ട് ഓവറായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, അമിതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ഒരു അവർക്ക് പറയൂ ദോഷമാണ്. ആണോ അല്ലയോ? അപ്പൊ അത്തരത്തിലുള്ള ഓവർ തിങ്കിങ് നമ്മൾ പറയില്ലേ? നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ടാ പ്രശ്നം ഉണ്ടായത് പറയാറുണ്ടോ? ഓവർ തിങ്കിങ് ഇത് വളരെ കൂടി വരുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. എന്താണ്? അത്തരത്തിലുള്ള ഓവർ തിങ്കിങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള ചില സ്പിരിച്വൽ പ്രാക്ടീസുകൾ ഉണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ കൗൺസിലിംഗ് ചെയ്യാണ്. അതായത് നീ എക്സ്പെക്ട് ചെയ്താവില്ല ജീവിതം, പക്ഷെ നിനക്ക് ഒരു സ്വന്തമായി നേരത്തെ പറഞ്ഞ ഒരു ശ്ലോക ഓർമ്മ വേണം കൗൺസിൽ ചെയ്യാൻ. ഏത്?
അതൊക്കെയാണ് നമ്മൾ സെൽഫ് കൗൺസിലിംഗ് ശ്ലോകങ്ങൾ. ഏതാണത്? ഉദ്ധരേതാത്മനാത്മാനോ, അതിന്റെ കൂടെ വേറെ ശ്ലോകം ഉണ്ടല്ലോ, ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം, അല്ലേ? നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്ക് മറ്റുള്ളവരിൽ ഇല്ലാത്തതായ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ അത് അങ്ങനെ ആ വഴിക്ക് തന്നെ പോവാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല. നിനക്ക് നിന്റേതായൊരു വഴിയുണ്ട്, അത് നീ കണ്ടെത്താൻ നോക്കൂ. അല്ലാതെ ഇരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട യാതൊരു കാര്യവുമില്ല. മനസ്സിലാവണ്ട നിനക്ക്? ഇപ്പൊ ഒരു 5-6 കൊല്ലം പ്രേമിച്ച് ഒരു പയ്യനെ കല്യാണം കഴിച്ച് അത് പിന്നെ ഒരു മെന്റൽ ടോർച്ചർ ആകുമ്പോ കുട്ടി പിന്നെ എന്താ പറയുക? എന്റെ ഇത്രയും കാലത്തെ ഒരു കണക്കുകൂട്ടൽ തെറ്റിയതാണ്. അതുവരെ ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന എക്സ്പെക്ടേഷൻ അല്ല, അല്ലെങ്കിൽ കാൽക്കുലേഷൻ അല്ല, ഇമാജിനേഷൻ അല്ല പിന്നെ വരുന്നത്, ആണോ? പക്ഷെ അങ്ങനൊരു അവസ്ഥ മുൻകൂട്ടി കാണാൻ നമുക്ക് ആർക്കും സാധ്യല്ല. എന്നാൽ ഇങ്ങനൊരു ഓപ്ഷൻ വെച്ചിരുന്നു. അതായത് ഇനി ഇവന്റെ ഒരു ബിഹേവിയറിൽ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ അത് എന്നെ ബാധിക്കരുത്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു തോട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു ബിഹേവിയർ വരുമ്പോൾ അതിനെ കുറേയും കൂടി മറികടക്കാൻ പറ്റുമായിരുന്നു. അത്ര ടോർച്ചേർഡ് ആവില്ലായിരുന്നു, ആണോ? മനസ്സിലാവുണ്ടോ നിനക്ക്? ആത്മീയതയുടെ ആവശ്യം എവിടെയാണ്? ഇത് പറയുമ്പോ എവിടെയാണ് ഒരു സ്പിരിച്വാലിറ്റി ആവശ്യമുള്ളത്? ഇത്രയുള്ളൂ, വളരെ ലളിതാണ്. മനസ്സിനെ മാനേജ് ചെയ്യാൻ. എന്തിനാണ്? നമ്മുടെ മനസ്സിനെ നമുക്കൊരു ഭാരമായി, ഒരു ബുദ്ധിമുട്ടായി, ഒരു ദുരിതമായി മാറാതിരിക്കാനാണ് ഏതിന്റെ ആവശ്യം? ആത്മീയതയുടെ ആവശ്യം. നമ്മുടെ മനസ്സ് നമുക്കൊരു എന്താ വരുത്? ഒരു ഭാരവും ഒരു ദുരിതവും ആവരുത്. ഈ ചിന്ത ഒരിക്കലും നേരത്തെ വരില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. അത് ഓവർ കോൺഫിഡൻസ് ആണ്. ആരെ പോലെ? അവിടെയാണ് ഗീതയുടെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് ഗീതയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകണം. ആ മുഴുവൻ ആ മുൻഭാഗത്തേക്ക്. എന്താണ് നമ്മൾ ഗീതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്തായിരിക്കണം മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ പൊതുവെ നമ്മൾ ഗീതയെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് യുദ്ധക്കളത്തിലേക്ക് വരുന്ന ഒരു അർജുനൻ കൃഷ്ണനോട് പറയുന്നു, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ, അല്ലേ? അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഗീതയും അർജുനനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധക്കളത്തിൽ തളർന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ. പക്ഷെ വാസ്തവത്തിൽ അതല്ല. മുന്നിൽ വരുന്ന അർജുനനെ നമ്മൾ കാണേണ്ടത്, എനിക്ക് ഒരു പ്രശ്നവും വരില്ല, എന്തു വന്നാലും ഞാനത് നേരിടാൻ തയ്യാറാണെന്ന ഒരു ഫൂളിഷ് ഓവർ കോൺഫിഡൻസ് ഉള്ള പേഴ്സൺ ആണ് ആര്? അർജുനൻ. ആ അർജുനൻ നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഗീത ടോട്ടലി ഡിഫറെന്റ് ആവുകയാണ്, അല്ലേ? നമ്മൾ ഗീതയെ കാണുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയില. ഇവിടെ നമ്മൾ ഗീതയെ കാണേണ്ടത് ഒരു ഓവർ കോൺഫിഡൻസിൽ ഒരു കാര്യത്തിനായി ഇറങ്ങിപ്പൊടുത്തുന്നതാണ്. ഇന്ന് നമ്മളതാ കാണുന്നത്. പ്രേമിക്കുന്ന കുട്ടിക്കും ഓവർ കോൺഫിഡൻസ് ആണ്, പയ്യനും ഓവർ കോൺഫിഡൻസ് ആണ്. ഒരു എഡ്ജിലിരുന്നിട്ട് എന്താണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, വല്ലാത്തൊരു വിഷമം തോന്നിയൊരു പെൺകുട്ടി, പാലക്കാട് ജില്ലയിൽ എവിടെയുള്ള ഒരു പെൺകുട്ടിയാണ്. ആ ചിക്കമംഗ്ലൂർ എവിടെയോ പോയി വെള്ളച്ചാട്ടത്തിന്റെ ഒരു എഡ്ജിൽ പോയിട്ട് റെയിലെടുക്കുക. ഓവർ കോൺഫിഡൻസ് ആണത്. എനിക്കൊന്നും കാല് തെറ്റി താഴെ വീണു ചതഞ്ഞരഞ്ഞ ശരീരം പുറത്തേക്കെടുക്കണം. അങ്ങനെയുള്ള ഭയങ്കര ഈ കഴിഞ്ഞ 2-3-4 ദിവസം നമ്മുടെ ഇപ്പുറത്ത് ഈ പുഴയുടെ മുകളില് ഇവിടെ വിരിപ്പറ എന്നൊരു സ്ഥലമുണ്ട്. ഇതിന്റെ മുകളില് ഇവിടുന്ന് ഒരു അപ്രോക്സിമേറ്റ് 2-3 കിലോമീറ്റർ ഒരു പയ്യൻ ആ വെള്ളത്തിൽ വീണ് മരിച്ചു. ഓവർ കോൺഫിഡൻസ്. അവിടെ നല്ല വഴുക്കാണ്, പാറകളാണ്. അപ്പൊ അവിടെ ഇന്ന് പോകരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും അവര് പോവാണ്, അവര് ധൈര്യത്തിനങ്ങോട്ട് പോവാണ്. ഈ തരത്തിലൊക്കെയുള്ള ഓവർ കോൺഫിഡൻസ് പലപ്പോഴും കുട്ടികളെ കാണിക്കുമ്പോൾ അത് അവരെ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയൊരു സൈക്കോളജിക്കൽ ഒരു ഡിപ്രഷൻ, ഒരു സൈക്കോളജിക്കൽ ഫാൾ. അത് അവരൊരിക്കലും മുൻകൂട്ടി കാണുന്നില്ല. അപ്പൊ അർജുനൻ ആരാണ്? യുദ്ധക്കളത്തിലേക്ക് അമ്പും വില്ലും എടുത്തിട്ട് കൃഷ്ണ മുന്നിൽ പുറപ്പെട്ടു, ഞാൻ പിന്നിൽ വരാന്നുള്ള പറഞ്ഞ ഒരാളാണോ? അങ്ങനെയുള്ള അർജുനെയല്ല നമ്മൾ കാണേണ്ടത്. അതൊക്കെ അന്ധകാലം, ഇത് ഇന്തകാലം. ഇപ്പൊ നമ്മൾ കാണേണ്ട അർജുനൻ ആരാണ്? ഒരു ഓവർ കോൺഫിഡൻസിൽ എനിക്ക് എന്ത് വന്നാലും ഞാൻ നേരിട്ടോളാം,
വരുന്നിടത്ത് വെച്ച് പുല്ലാണ് ജീവിതം എന്നൊക്കെ പറയുന്ന നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡുള്ള, അല്ലെ, വളരെ ഒരു അരഗൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ആരായിട്ട് നമ്മൾ കണ്ടത്? അർജുനനായിട്ട് കാണും. ആ അർജുനൻ അന്ധകാലത്തുള്ള അല്ല, ഈ ഇന്നകാലത്തുള്ള, ഇവിടെയൊക്കെ ഉള്ളതാണ്. ഇന്നത്തെ ജനറേഷനിൽ നല്ലൊരു ശതമാനം ഇത്തരം അർജുനന്മാരാണ്. ഓവർ കോൺഫിഡൻസ്. മനസ്സിലാവുണ്ടോ? പലതിലും തെറ്റായ കാര്യത്തിൽ അമിതമായ പറയൂ ശുഭാപ്തി വിശ്വാസം. എന്ത് ചെയ്താലും വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് വെച്ചിട്ടൊന്നും വരണ്ടെന്നുള്ള രീതിയിൽ ഇരിക്കാനും പാടില്ല. മനസ്സിലായില്ലേ? ഒട്ടും എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് വിചാരിച്ചു ഞാനൊന്നും ചെയ്യാറില്ല, കാരണം വല്ലതും വന്നാലോ എന്ന് പറഞ്ഞ അലസനായിട്ടിരിക്കാനും പാടില്ല. എന്നാൽ അമിതമായിട്ട് അതിൽ വരാം. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? കാലം നമുക്ക് പ്രതികൂലമാവും. കാലം അതെന്താ പ്രതികൂലമാവാൻ കാരണം? കാലം പ്രതികൂലമാവാൻ കാരണം കാലത്തിന്റെ സ്വഭാവം ഒരുപോലെയല്ല. ഒരാളുടെ പ്രകൃതവും ഒരിക്കലും, അതാണ് മറ്റൊരു തെറ്റ്. മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയാണ് എല്ലാവരുടെ പ്രകൃതവും എന്നും ഒരുപോലെയാവും. അതിപ്പോ ഏത് അമ്മയായാലും കുട്ടിയെ കൊഞ്ചി വാവാ ഉണ്ണി വാവാവോ അതിന് പാലും കൊടുത്ത് അതിനെ ഒക്കത്ത് വെച്ച്, ചിലപ്പോൾ അതിനൊക്കത്തില്ല, അങ്ങനെയൊക്കെ എടുത്ത് താരാട്ടുപാടി, ചില സമയത്ത് കലി വന്നാലോ, കലി കയറിയാലോ കിട്ടിയതെടുത്ത് അടിച്ച് ഉണ്ടോ ഇല്ലയോ? ചെരവ വെച്ച് അടിച്ചവര് പോലുണ്ടോ അവിടെ? അതാണ് കൈ കിട്ടിയെങ്കിൽ കിട്ടിയത് വെച്ച്. അതല്ലേ പണ്ടുള്ളവര് ഒന്നേയുള്ള ഒലയ്ക്ക കൊണ്ട് കൊടുക്കണമെന്ന്. അന്ന് ഒലയ്ക്ക കൊണ്ടൊക്കെ കൊടുത്ത ആൾക്കാരും ഉണ്ട്, ഇല്ല? എന്താ ഒന്നും മിണ്ടാത്തത്? ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ടല്ലോ, കിട്ടിയ അടിയുടെയൊക്കെ അളവ് നോക്കുകയാണെങ്കിൽ നല്ല അടി പൊട്ടിയിട്ടുള്ളവരുണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? അപ്പം നമ്മള് അതൊക്കെ സ്നേഹാണെന്നാ നമ്മളോട് പറഞ്ഞത് ആണോ? അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ആവണം. ഒരു കുട്ടിയെ അച്ഛൻ നല്ലോണം അടിച്ചു, അപ്പം കുട്ടി പൊട്ടി പൊട്ടി കരഞ്ഞ് അമ്മയുടെ മുന്നിൽ നിൽക്കും. അമ്മ പറഞ്ഞ അച്ഛൻ നിന്നോട് സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അടിച്ചത്. അപ്പൊ കുട്ടി പറയും, എനിക്ക് അച്ഛനോട് നല്ല സ്നേഹം തോന്നുന്നുണ്ട്, പക്ഷെ പ്രതികരിക്കാൻ ഇതുവരെ പറ്റണില്ല എന്നുള്ളത്. ഇതുപോലെയൊക്കെ ഒരു സ്നേഹം ആരോട് തോന്നുന്നുണ്ട്? അച്ഛനോടൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് അതുപോലെ പ്രതികരിക്കാൻ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞവർ ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ഇന്നിപ്പോ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അച്ഛനെ പോലും ദ്രോഹിക്കുന്ന മക്കളൊക്കെയാണ്, അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ ആരെങ്കിലും വായിച്ചു എന്നറിയില്ല. വായിച്ചാൽ ഇതൊരു നടന്ന സംഭവമാണ്. അത് ആരോ എനിക്ക് അയച്ചു തന്നാണ്, ഒരു ആരോ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചത്. ആരോ എവിടെ ഉള്ളൊരു ഒരാളാണ്. പാവം, ചെവിയൊന്നും കേൾക്കില്ല, കാരണം അവർക്ക് ഭാര്യയൊക്കെ മരിച്ച് കുറച്ച് ഒറ്റയ്ക്കാണ് താമസം. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഒരാൾ US-ലും ഒരാൾ ബാംഗ്ലൂരാണ്. IT കാരാ പിള്ളേര്. വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ ഈ കാരണവരാരോ റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ജീവിതം? അങ്ങനെ പോണു, എല്ലാം പോകുന്നു. അല്ല, മക്കളൊക്കെ നോക്കാറില്ലേ? മക്കളൊന്നും അങ്ങനെ നോക്കാറൊന്നുമില്ല. അല്ല, വല്ലതൊക്കെ അവര് തരുമോ? വരുമ്പോ വരാറുണ്ടോ? മൂത്തവൻ ഒട്ടും അമേരിക്കയിലൊന്നും വരാറില്ല. മറ്റവൻ ഇടയ്ക്കിടയ്ക്ക് വരും. തരുമോ? വന്നാൽ എന്തെങ്കിലുമൊക്കെ കാത് കേൾക്കില്ലേ, ഉറക്കെ പറയണം, പൊട്ടിക്കണം, വല്ലതൊക്കെ തരുമോ? മൂത്തവൻ വരാത്തോണ്ടൊന്നും തരില്ല. മറ്റവൻ വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് തരാന്നു, പക്ഷെ കൊള്ളാതെ ഞാൻ മാറി നിൽക്കാറുണ്ട്. അപ്പൊ എന്താ തരുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പം അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തരണമെന്ന് തോന്നും, പക്ഷെ ഞാൻ മേല് കൊള്ളാതെ മാറി നിൽക്കുന്നു. കേൾക്കുമ്പോ നമുക്കൊരു സങ്കടം. നമ്മൾ ചിരിക്കുകയാണെങ്കിലും അത് സത്യസന്ധമായിട്ട് അയാൾ പറയേണ്ടത്, തമാശ പറയല്ലത്. അപ്പൊ അങ്ങനെയുള്ള മക്കളും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു എടുത്തുചാട്ടം എന്താണ്? ആ എടുത്തുചാട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസിന്റെ ഒരു പ്രതീകമാണ് ആര്? അർജുനൻ. അപ്പൊ നമുക്ക് ആ ഫ്രണ്ടിലേക്കൊന്ന് പോവാം. അർജുനന്റെ ആ ശ്ലോകം. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വന്നതല്ല. അർജുനൻ കൃഷ്ണന്റെ മുന്നിൽ അമിത ശുഭാപ്തി വിശ്വാസം. എന്താണ്? എന്തു വന്നാലും ഞാനത് നേരിടും എന്ന ഒരു അമിതമായ അങ്ങനെ ഒരു ചിന്ത വന്നാൽ ഒരാൾ ചെയ്യുന്നത് ശരിയാണോ എന്നുപോലും അവർക്ക് ആ സമയത്ത് എന്തുണ്ടാവില്ല? ബോധമുണ്ടാവില്ല. വരുന്ന കോൺസിക്വൻസ് എന്തായിരിക്കും എന്ന് അവരൊരിക്കലും അറിയുന്നില്ല. നോക്കൂ, നിങ്ങൾ
അർജുനന്റെ ചോദ്യം ഇതാ, അർജുനന്റെ ഇൻസ്ട്രക്ഷന്, ചോദ്യമല്ല നിർദ്ദേശം ഇതാ, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ നമ്മൾ എങ്ങനെ കാണേണ്ടത്? ഇത് സൈന്യത്തിന്റെ നടുവിൽ കൊണ്ടുപോയി രഥം വെക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? സാധാരണ എങ്ങനെയാ അത് വ്യാഖ്യാനിക്കുക? അവിടെ യുദ്ധം നടക്കുകയാണ്, അപ്പൊ യുദ്ധക്കളത്തിൽ എന്റെ രഥം കൊണ്ടുപോയി നിർത്തൂ എന്നുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതേ ശ്ലോകത്തെ നിങ്ങൾ ഈ രീതിയിൽ നോക്കിക്കോളൂ. അതായത് അർജുനൻ കൃഷ്ണനോട് സൈന്യത്തിന്റെ നടുവിൽ കൊണ്ടുപോയി നിർത്തൂ എന്നൊരു നിർദ്ദേശം വാസ്തവത്തിൽ ആവശ്യമുണ്ടോ? വാസ്തവത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടോ? ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? കാരണം യുദ്ധത്തിനാണ് പോകുന്നത്. അപ്പൊ ഇത് എവിടെ കൊണ്ടു നിർത്തേണ്ടത്? കൃഷ്ണൻ എന്താ കൗരവന്മാരെ ഇടയിൽ കൊണ്ടു നിർത്തുവോ? കൃഷ്ണൻ അത്ര മൂളമില്ലാത്ത ഒരാളല്ലല്ലോ. അപ്പൊ കൃഷ്ണൻ അറിയാം ഇത് എവിടെയാണ്. അപ്പൊ അർജുനൻ അത് പറയുന്നുവെങ്കിൽ, കൃഷ്ണനെ ഇത് ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ, എനിക്ക് എന്തു വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കരുത്തുണ്ടെന്ന ഒരു ചെറിയൊരു അഹങ്കാരത്തിന്റെ പ്രസ്താവനയാണ് ഇത്. സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ. മനസ്സിലാവുന്നുണ്ട്? ഒരു നോർമൽ സ്റ്റേജില് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമില്ല. കാരണം ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് അല്ലേ? ആണോ അല്ലയോ? പിന്നെ നിങ്ങളത് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നിങ്ങളൊരു വഴിക്ക് ഇപ്പം പെൺകുട്ടിയെ ഇങ്ങോട്ട് കല്യാണത്തിന് മണ്ഡപത്തിലേക്ക് കയറുകയാണ്, കെട്ടാൻ പോകും. അപ്പൊ അവള് പറയോ, എന്നെ മണ്ഡപത്തിന്റെ നടുക്ക് കൊണ്ടുപോയി നിർത്തുവച്ചാന്നല്ലോ. എന്റെ ആവശ്യമില്ല, മണ്ഡപത്തിലേക്കാണ് പോകുന്നത്. മണ്ഡലോടത്തോളം കാലം അത് പറയേണ്ട യാതൊരു കാര്യമില്ല. ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്. എന്നെ മണ്ഡപത്തിന്റെ നടുക്ക് കൊണ്ടുപോയി നിർത്തുമെന്ന്. ഞാനൊന്ന് നോക്കട്ടെ ആരൊക്കെയാ ഇവിടെ കല്യാണത്തിന് വന്നിട്ടുള്ളതെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതൊരു മനസ്സിലാക്കാവുന്നൊരു കാര്യം അല്ല. ഞാൻ തമാശ തിരിപ്പിക്കണ്ട. അത് നമുക്ക് അറിയുന്നൊരു കാര്യം നമ്മൾ പറയേണ്ട യാതൊരു. നിങ്ങൾ ഇപ്പം എയർപോർട്ടിലേക്ക് ഒരു കാറ് പിടിച്ചാൽ, അല്ലെങ്കിൽ എവിടേക്കും കാറ്, ഇപ്പോഴാണെങ്കിൽ പിന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് പോവാം. ഇനിയിപ്പോ അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എയർപോർട്ടിൽ തന്നെ കൊണ്ടുവിടണം കേട്ടോ. ഡ്രൈവറെ തോള് തട്ടി പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കൽ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ മിണ്ടാതെ അവിടെ ഇരുന്നാ മതി. ഇടയ്ക്കിടയ്ക്ക് അല്ല എയർപോർട്ടിൽ തന്നെ കൊണ്ടുവിടണം കേട്ടോ എന്ന് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതറിയല്ലോ എവിടെയാണ് പോണ്ടത് എന്നുള്ളത്. എന്നതുപോലെ ഇവിടെ കൃഷ്ണൻ അറിയാം അർജുനനെ എവിടെയാണ് കൊണ്ടുവന്നത്. പിന്നെന്തിനാണ് കൃഷ്ണനോട് അത് പറഞ്ഞത്? പിന്നെന്തിനാണ് അർജുനൻ അത് പറഞ്ഞത്? അപ്പം വ്യാസ ഭഗവാൻ ഗീത എഴുതുമ്പോൾ എങ്ങനെയുള്ള ഒരു അർജുനനെയാണ് അവതരിപ്പിക്കുന്നത്? എങ്ങനെയുള്ള ഒരു അർജുനനെയാണ്? അതാണ് വ്യാസ ഭഗവാന്റെ മഹത്വം. കാരണം വ്യാസ വിശാല ബുദ്ധി. എങ്ങനെയുള്ള ആളായിരുന്നു? കാരണം വരാൻ പോകുന്ന ഒരു ജനറേഷൻ ഇക്കോലത്തിലാകുമെന്ന് അന്നേ നമ്മുടെയൊക്കെ ഒരു ചിത്രം ഫ്രെയിം ചെയ്ത് ആർക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ട്? വ്യാസം. നോക്കൂ, ഗീത ഈ രീതിയിൽ പഠിക്കുമ്പോൾ ഇന്ന് എത്രയോ കുട്ടികൾക്ക് ഇതൊരു പ്രയോജനമാവില്ലേ? ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് നമ്മളൊരു കാര്യം അമിതമായ ഒരു സെൽഫിഷ് മൈൻഡില്, ഒരു ഈഗോ മൈൻഡില്, ഒരു അരഗൻ മൈൻഡില് ഡിസിഷൻ എടുത്താൽ പിന്നീട് ഇരുന്ന് ദുഃഖിക്കല്ല, ദുരന്തത്തിലേക്ക് പോകേണ്ടി വരും അല്ലേ? അപ്പൊ നമ്മുടെ അല്പം ഒരു വിവേകത്തിൽ വേണം പല കാര്യങ്ങളും. ആ വിവേകം എനിക്കുണ്ടാവണമെങ്കിൽ വരും വരായ്വുകളെ കുറിച്ചൊരു, ഇനിയിപ്പോ ബോധം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വന്ന ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു ചെറിയൊരു മെന്റൽ സ്ട്രെങ്ത് എങ്കിലും എനിക്കില്ലെങ്കിൽ, ഒരു ട്രാപ്പിൽ ചെന്ന് പെട്ടുപോയാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ വരും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് നമ്മൾ ആരുടെയോ കഥയല്ലേ, ഇവൺ നമ്മുടെയൊക്കെ കഥയാണ്. അപ്പൊ നമുക്ക് ഏജിങ് ഒരു പ്രശ്നമാണ്. ആണോ അല്ലയോ? അത് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇല്ലയോ? കാരണം ചിലതൊന്നും നമുക്കങ്ങോട്ട് ശരീരത്തിന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. എല്ലാവർക്കും ഒന്ന് നടക്കാൻ തോന്നുമ്പോ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അത് മനസ്സിലൊരു വിഷമം ഉണ്ടാക്കൂല്ലയോ? പറയൂ. ഒരു വിഷമം ഉണ്ടാക്കും. പ്രത്യേകിച്ച് കൂടുതൽ വിഷമം എവിടെ അറിയുണ്ടാവുക? ഈ കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന കുടുംബത്തിൽ പ്രായമുള്ളവർ താമസിക്കുമ്പോൾ അവർ കൂടുന്നു, അവരവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, അവര് പലയിടത്തും പോകുന്നു, ഹോട്ടലിൽ പോകുന്നു. ഈ പാവം അമ്മയെ വീട്ടിലിരുത്തിക്കൊണ്ട് അവർക്ക് പോകണം.
കാരണം അമ്മയ്ക്ക് തൊട്ട് കഴിക്കാനും പറ്റില്ല. സിനിമയ്ക്ക് പോയ അമ്മ അവിടെ നിന്ന് സമാധിയാവും. പിന്നെ അവരെ പിടിച്ച് കാറൊക്കെ ആയിട്ട് കൊണ്ടുപോകുക. അപ്പൊ അമ്മയോട് പറയും, അമ്മ ഇവിടെ ഇരുന്നോളൂ. ആ വിഷമം ഉണ്ടാവും അവർക്ക്? ഉണ്ടാവില്ല. എല്ലാവരും എൻജോയ് ചെയ്യുമ്പോ എനിക്കിതൊന്നും എന്തിനാ അങ്ങനെയുള്ളവരാണ് പ്രാർത്ഥിക്കുക, എന്തിനാ ദൈവമേ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൂടെ. അതിങ്ങനെ ആര് വന്നാലും പറയും, ഇനിയിപ്പൊ എന്ത് ജീവിതം, ഇനിയിപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോവന്നെ എന്നങ്ങനെയൊക്കെ പറയും. അല്ലെ, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? കേട്ടില്ലേ അങ്ങനെയുള്ളവര്? ഉണ്ടോ ഇല്ലയോ? ഇനിയിപ്പൊ എന്ത് ഇവിടെയൊക്കെ ജീവിച്ചിട്ട് കാര്യം, ഇനി ദൈവം അങ്ങോട്ട് വിളിച്ചാൽ പോവന്നെ. അതെന്താ ദൈവം വിളിച്ചാ പോകുന്നത് പറയണത്? മറ്റവര് വിളിക്കില്ല, അതന്നെ കാര്യം. ഇനിയിപ്പൊ അവര് വിളിച്ചാൽ അവരുടെ കൂടെ പോയിട്ട്, അല്ലെ ഇവരിപ്പോ ദൈവം വന്ന് വിളിച്ചാൽ ഇവര് പോവാന്നുണ്ടോ? ഇനിയിപ്പോ ദൈവം വന്നു ഇരിക്കും, എന്നാ പിന്നെ ശാരദമേ നമുക്ക് പോവാം. ശാരദമ്മ പോവുകയും ചെയ്തു. നന്നായി, എന്റെ നാക്കിൽ അറിയാതെ വാക്ക് വരും ചെയ്തു. എന്നാ പോവല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരദമ്മ വെറുതെ വിടും, ദൈവത്തിന് പോയി പണി നോക്ക്, ഞാനിപ്പോഴൊന്നും വരുന്നില്ല, എനിക്ക് അങ്ങനെയൊന്നും പോവാനുള്ള സമയം ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അല്ല, ഞാൻ ചിരിപ്പിക്കല്ല, വാസ്തവല്ലേ ഇത്. ഈ പറയുന്നവരാരും പോകില്ല. കാരണം എല്ലാവർക്കും ഇവിടെ ഇരിക്കും വേണം, എന്നാ എല്ലാവർക്കും സങ്കടം. അപ്പൊ ഈ തരത്തിൽ നമ്മുടെ മനസ്സിൽ ചില നീറുന്ന വേദനകളും അനുഭവങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കാൻ വഴിയുണ്ട്. എന്തുണ്ട്? ആ വഴിയാണ് ഗീത നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണല്ലോ കൃഷ്ണനും അർജുനനും തമ്മിൽ ചേർത്ത് വെച്ചത്. കൃഷ്ണനോട് അർജുനൻ എന്നെ സൈന്യത്തിന്റെ നടുവിൽ കൊണ്ടുപോയി വെക്കൂ എന്ന് പറയാൻ കാരണം, അർജുനൻ ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് അർജുനനെ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവ് ആർക്കുണ്ട്? കൃഷ്ണനുണ്ട്. അതുകൊണ്ടാണ് വ്യാസ ഭഗവാൻ അർജുനനെയും ആരെയും കൂട്ടിച്ചേർത്തത്? കൃഷ്ണനെയും കൂട്ടിച്ചേർത്തത്. അപ്പൊ ഈ അർജുന കൃഷ്ണന്മാരെന്ന് പറയുന്നത് ആരാണ്? അർജുന കൃഷ്ണന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? അർജുനന്റെ ജീവിതത്തിൽ അർജുനനൊരു വഴി കാട്ടിയ ഒരു ഗുരുവാണ്. ആര്? ഒരു ദൈവവും ഭക്തനും തമ്മിലുള്ള ബന്ധമല്ല അത്. ഒരു വിശ്വാസിയും ഭക്തനും തമ്മിലൊരു ദൈവവും തമ്മിലുള്ള ബന്ധമല്ല, ഇതൊരു ഗുരുശിഷ്യ ബന്ധമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഗുരുശിഷ്യ ബന്ധത്തെ ചേർത്ത് വെച്ചത് ഒരു ഗുരുവിന് ശിഷ്യനെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിയും. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഏതൊരു വ്യക്തിക്കും ഒരു ഗുരുത്വമുണ്ടെങ്കിൽ, ഒരു ഗുരുക്കന്മാര് കാണിച്ചെന്ന വഴിയിലൂടെ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും, പറയൂ, നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരാൻ നമുക്ക് സാധിക്കും, അല്ലെ? അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അർജുന വിഷാദ യോഗം എന്ന് പറഞ്ഞാൽ ഒരു എടുത്തുചാട്ട മനസ്സ്, പിന്നീട് ഒരു വലിയ ഒരു മാനസിക ഡിപ്രഷനിൽ പെട്ടുപോയി അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് വിഷാദ യോഗം. വിഷാദം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇംഗ്ലീഷിൽ എന്താ പറയാ? വിഷാദം. ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ലോകത്തിൽ കൃഷ്ണനാണ്. ആരാണ്? നോക്കൂ നിങ്ങൾ, ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് ലോകത്തിൽ ആദ്യമായിട്ട്, ആ ചാപ്റ്ററിന്റെ പേര് വിഷാദയോഗം എന്നാക്കിയത് മധുസൂദന സരസ്വതി ആണെങ്കിലും ദ ഹോൾ കൺസെപ്റ്റ് മറ്റേ മഹാഭാരതത്തിൽ ഇങ്ങനെ ചാപ്റ്റർ വൈസ് വേർതിരിച്ചിട്ടില്ല. അത് റാൻഡം എഴുതി പോവുക ചെയ്ത വ്യാസഭഗവാൻ. ഇതിനെ ചാപ്റ്റർ വൈസ് ആക്കിയത് ഒരു വലിയ ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം നോർത്ത് ഇന്ത്യക്കാരൻ, കൊൽക്കത്തക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു സ്വാമി മധുസൂദന സരസ്വതി. ആരാണ്? അതാണ് ഇന്നിപ്പോ നമ്മൾ കാണുന്ന ചാപ്റ്റർ വൈസ് ആക്കി ഗീതയാക്കിയത്. ഈ ചാപ്റ്റർ വൈസ് എന്ന് പറഞ്ഞാൽ 18 അധ്യായം ഗീതയിൽ ഒറിജിനലി ഉണ്ട്. എത്ര? 18 അധ്യായം ഉണ്ട് ഓരോ ചാപ്റ്റർ വൈസ്. പക്ഷെ ഓരോ ചാപ്റ്ററിന്റെയും അവസാനം ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷസ്സു എന്ന് എഴുതി ചേർത്തത് ആരാണ്? മധുസൂദന സരസ്വതി എന്നൊരു വലിയൊരു മഹാത്മാവാണ്. അപ്പം ഒന്നാമത്തെ ചാപ്റ്ററിന് പേരെഴുതിയിരിക്കുന്നത് എന്താണ്? അർജുന വിഷാദയോഗം എന്നാണ്. വിഷാദം എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കുന്നത് എത്ര കാലം മുമ്പ് എഴുതി വെച്ചതൊക്കെ. ഈ സൂദന സരസ്വതി തന്നെ ഓൾമോസ്റ്റ് ഒരു 10,500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. ഇത്രയും പഴക്കമുള്ളൊരു 5000 വർഷം മുമ്പ് എഴുതിയതാണ് ഏത്? മഹാഭാരതത്തിൽ. അതിൽ വരുന്നതാണ് ഏത്? അപ്പം ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് വിഷാദയോഗം. അപ്പൊ ഇന്ന് എല്ലാവരെയും ബാധിക്കുന്ന ഒരു രോഗമാണ് അത്. കുറെ കാരണം നമുക്ക് പലതിലുമുള്ള ഓവർ കോൺഫിഡൻസ് ആണ്.
അമിതമായ ഒരു ശുഭാപ്തി വിശ്വാസം. അതായത് ഒന്നും എനിക്ക് വരില്ലെന്നോ അല്ലെങ്കിൽ വന്നാൽ എനിക്കത് നേരിടാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ. അപ്പൊ നമ്മളൊരു മുൻകരുതലില്ല. എന്താ മുൻകരുതല്? എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ അതിൽ നിന്നും പുറത്തു കടക്കും എന്ന ഒരു പരിശീലനം നമുക്കാർക്കും ഇല്ല. ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യമുണ്ട്. അവിടെ കമ്പൽസറിയാണ് സ്വിമ്മിങ് പഠിക്കണം എന്നുള്ളത്. സ്കൂളുകളിലൊരു കരിക്കുലത്തിന്റെ ഭാഗമാണ് ഏത്? സ്വിമ്മിങ്. അതെന്താണെന്നറിയോ? ആ രാജ്യത്തിൽ പെട്ടെന്ന് ഫ്ലഡ് കയറി വരും. അപ്പൊ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അവനവനെ രക്ഷിക്കാൻ അവനവന് സ്വിമ്മിങ് അറിയണം. എന്നാലേ എന്നാലേ പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ പല കുട്ടികളും ഇതൊന്നും അറിയാതെ കടലിൽ പോയി ചാടും. ഒരു ബോധവുമില്ല. ഫ്രണ്ട്സ് ചാടുന്നത് കണ്ട് അങ്ങനെ ഒരു വർഷം എത്രയോ കുട്ടികൾ കടലിൽ മരിച്ചു പോകുന്നവരില്ലേ? നിങ്ങൾ ആരെങ്കിലും പത്രം അടുത്ത കാലത്ത് വായിച്ചു? കർണാടകയിലെ കുറെ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ, ഒരു 8-9 കുട്ടികൾ ഒന്നിച്ച് കടലിൽ മരിച്ചു പോയത് വായിച്ചിരുന്നോ? ഒരു വർഷത്തിന്റെ ഉള്ളിൽ വന്നൊരു വാർത്തയായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ടോ? ഓർമ്മയുണ്ട്? ആരെങ്കിലും വായിച്ചത് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? 9 കുട്ടികളാണ് ഒറ്റയടിക്ക് കടലിൽ പോയത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടികളൊക്കെ വിചാരിച്ചിരുന്നത് കടലിൽ ചാടി കുളിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും വരില്ല എന്ന്. അപ്പൊ പെട്ടെന്നൊരു തിരമാല ശക്തിയിൽ വന്ന് വലിഞ്ഞു പോയാൽ അതിന്ന് പുറത്തു കടക്കാൻ ഞാൻ പരിശീലനമില്ല. വാസ്തവത്തിൽ കടൽ തിരമാലയിലല്ല പോയത്. ഇവർക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് പുറത്തേക്ക് കടക്കാനുള്ള ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട പിന്നെന്താ സംഭവിക്കുക അറിയോ? പേടി വന്നാൽ ബോഡി നമുക്ക് പേടി വന്നാൽ പിന്നെ നമ്മള് കൂടുതൽ താഴോട്ടാണ് പോവുക. മനസ്സിലായില്ലേ? ബോഡി മാറി നമ്മുടെ. നിങ്ങൾ നോക്ക്, പേടി വരുംതോറും ഭയം കൂടുന്തോറും ബോഡി താഴോട്ട് പോകും. നിങ്ങൾക്ക് പേടിയില്ലെങ്കിലോ ഫ്ലോട്ട് ചെയ്യും. നിങ്ങൾ പേടിയില്ലെങ്കിൽ ബോഡി പൊങ്ങി വരും. അത്ര പെട്ടെന്ന് നമുക്ക് അതാണ് ഈ മുങ്ങുന്നവര്, ഊളിയിട്ടൊക്കെ പൊങ്ങുന്നവര്, അവർക്ക് പേടിയില്ലാത്തതുകൊണ്ടാണ് അവര് പെട്ടെന്ന് ഓരോ സ്ഥലത്ത് പൊങ്ങുന്നത്. അവർക്ക് പേടിയില്ല. അവർക്ക് അത്ര കോൺഫിഡൻസ്, അവരെ ഒരു ബോഡിയിൽ ഒരു കൺട്രോൾ ഉണ്ട് അവർക്ക്. ആണോ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് അപ്പൊ എന്താണ്? അർജുനൻ ആരാണ്? ഓവർ കോൺഫിഡൻസിൽ ഓരോ കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ അവര് സ്വന്തം തീരുമാനിക്കുകയാണ്. സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ. എന്നെ ഒന്ന് സൈന്യത്തിന്റെ മധ്യത്തിൽ. പിന്നെ അർജുനൻ പറയുന്ന ഓവർ കോൺഫിഡൻസ് നമുക്ക് അടുത്ത ശ്ലോകത്തിലൊക്കെ കാണാം. യാവതേതൻ നിരീക്ഷേഹം യോതുകാമാനവസ്ഥിതൻ കർമ്മയാ സഹയോത്തവ്യം അസ്മിൻ രണസമുദ്യമേ എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് കാണുമ്പം ആരാണ് എന്നോട് യുദ്ധത്തിന് വന്നത്, ഞാനൊന്ന് കാണട്ടെ, ഇപ്പൊ ശരിക്ക് തരാന്നൊക്കെയുള്ള ഒരു ഭാവത്തിലാണ് ആര് സംസാരിക്കുന്നത്. പക്ഷേ കാലം എപ്പോഴും അനുകൂലമാവണം. കാരണം പ്രകൃതി എന്ന് പറഞ്ഞാൽ വികൃതിയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതം മാറുന്നത് എന്നാണ്. എന്താ പ്രകൃതി? പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതം മാറുന്നതാണ്. അതുകൊണ്ട് ആരുടെ മനസ്സും എന്നും പറയൂ ഒരുപോലെയല്ല. അപ്പം ഇവിടെ അർജുനൻ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ അർജുനനെ കൃഷ്ണൻ എവിടെ കൊണ്ടു നിർത്തും? ദുര്യോധനോ? അർജുനന് ഏറ്റവും കലിപ്പുള്ള ഒരാള് കർണനായിരുന്നു. ആരാണ്? അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും അവരുടെ മുന്നിൽ ദുശാസനൻ ഇവരുടെയൊക്കെ മുന്നിൽ കൊണ്ടു നിർത്തും എന്നാണ് ആര് വിചാരിച്ചത്? എനിക്ക് തോന്നുന്നു ദുശാസന്റെ ഒക്കെ മുന്നിലായിരിക്കും. കാരണം അർജുനൻ ദിവസവും പാഞ്ചാലിയെ കാണുന്നുണ്ട്. അപ്പൊ പാഞ്ചാലി എങ്ങനെയാ നടക്കുന്നത് അറിയും നിങ്ങക്ക്? മുടി കെട്ടില്ല പാഞ്ചാലി. കാരണം പേനുള്ളതുണ്ടോ? ശപഥം അല്ലാതെ മുടി നനച്ചിട്ട് കിടക്കുന്ന അല്ല ആള്. മുടി ഇങ്ങനെ അഴിച്ചിട്ടതിന് കാരണം ഉണങ്ങാത്ത മുടിയല്ല. എന്താ കാരണം? ശപഥം. എന്താ ശബ്ദം? ശബ്ദമല്ല, ശബ്ദം. എന്താ ശപഥം ചെയ്തത്? ദുശാസനന്റെ ബ്ലഡ് എടുത്തിട്ട് വേണം എന്ത് കെട്ടുള്ളൂ. അപ്പൊ ഈ പാഞ്ചാലിയെ കൊണ്ടൊന്ന് മുടി കെട്ടിക്കണമെങ്കിൽ എന്ത് വേണം? അതിനായിരിക്കാം അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്
ഒന്ന് വേഗം കൊണ്ടു നിർത്തൂ, ഞാൻ അവന്റെ ബ്ലഡ് എടുക്കട്ടെ, എന്നിട്ട് വേണം ആരുടെ മുടി കെട്ടാൻ. അല്ലെങ്കിൽ ഡെയിലി കാണുന്നത് എന്തായിരിക്കും? മുടി കെട്ടാതെ നടക്കുന്ന, അതും അടുക്കളയിലൊക്കെ മുടി കെട്ടാതെ ചോറും കറിയും വിളമ്പുന്ന സമയത്ത് അതൊന്നൊക്കെ നരസിംഹം വലിച്ചെടുത്ത പോലെ, ഹിരണ്യകശിപുവിന്റെ കുടലും വാലി വലിച്ചെടുത്ത പോലെ എന്ത് വലിച്ചെടുക്കേണ്ടി വരും? മുടി. അത് കാണുമ്പോ തന്നെ എപ്പോഴും പാഞ്ചാലി, എന്താ പാഞ്ചാലി നിന്റെ മുടിയാണല്ലോ പറഞ്ഞ, ദുശാസനന്റെ രക്തം കൊണ്ടുവരുമെന്ന്. എന്നാലേ ഞാനിത്. അപ്പൊ ഇത് കേട്ട് അർജുനൻ ഉറപ്പിച്ചിട്ടുണ്ട്. എന്ത്? എങ്ങാനും യുദ്ധക്കളത്തിൽ വന്നാൽ ആദ്യം ഫിനിഷ് ചെയ്യേണ്ടത് ദുശാസനെയാണ്. എന്നാലേ മുടിയില്ലാത്ത കറിയും ചോറും കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അർജുനൻ ഇതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ കൃഷ്ണൻ കൊണ്ട് നിർത്തിയത് വേറൊരു സ്ഥലത്താണ്. അതോടുകൂടി അർജുനൻ ഫ്ലാറ്റായി. എവിടെ നിർത്തിയത്? അതൊക്കെ നമുക്ക് നാളെ കാലത്ത് സമയം കാറായി. ഈ പറഞ്ഞില്ല ഇപ്പൊ ഞാൻ ബ്രഹ്മാവ് ആരാണെന്ന്. അപ്പൊ അമ്മ എവിടെയോ പോയി അപ്പോഴേക്കും. അല്ല, സൃഷ്ടി എന്ന് പറയുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അമ്മ പറഞ്ഞ ഒരു ചോദ്യം ശരിയാണ്. അവിടെ സൃഷ്ടി എന്ന് പറയുമ്പോ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് നേരത്തെ ഇല്ലാത്തതല്ല. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് നേരത്തെ ഇല്ലാത്തതല്ല, നേരത്തെ ഉള്ളതിനെ പ്രകടമാക്കാനാണ് ആര്? ബ്രഹ്മാവ്. അപ്പൊ നേരത്തെ ഉള്ളതാണ് ആര് പ്രകടമാക്കിയിട്ടുള്ളത്? ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരാളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്നൊരു കഥയില്ല നമ്മളിൽ. ഉദാഹരണത്തിന് നമ്മൾ നോക്കുമ്പം പേരുകൾ നോക്കൂ നിങ്ങള്. സ്വയംഭുവ മനു, ആ പേര് തന്നെ നോക്കൂ നിങ്ങള്. ആരാണ്? ആ പേരിന് അർത്ഥം എന്താണ്? സ്വയംഭൂ മനുവാണ്. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ സ്വയം ഭവിച്ചത്. അപ്പൊ ബ്രഹ്മാവ് സ്വയംഭൂവിനെ സൃഷ്ടിച്ചു പറഞ്ഞാൽ അതിനെന്താ അർത്ഥം മനസ്സിലാക്കേണ്ടത്? ആ അർത്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങളെ പേരെടുത്ത് നോക്കൂ നിങ്ങൾ. അപ്പം ഈ മനു നേരത്തെ തന്നെ ഉണ്ട്, പക്ഷെ അയാളെ പ്രകടമാക്കുന്നത് ബ്രഹ്മാവ് എന്ന പോലെ. ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കറണ്ട് എന്ന് പറയുന്ന ശക്തി നേരത്തെ ഉണ്ട്, പക്ഷെ നമുക്കൊരു ജനറേറ്റർ സിസ്റ്റത്തിലൂടെ മാത്രമേ അതിനെ പ്രകടമാക്കിയെടുക്കാൻ പറ്റൂ. അപ്പൊ പ്രകടമാക്കിയെടുക്കുന്ന ഉപകരണമാണ് ബ്രഹ്മാവ് എന്ന് മനസ്സിലാക്കിയത്. ആരാണ്? അല്ലാതെ ആരല്ല? സൃഷ്ടാവല്ല. സൃഷ്ടിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഉള്ളതെല്ലാം ഉള്ളതാണ്. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ തന്നെ വെച്ചത്. എന്ത്? ആദ്യത്തെ മനുഷ്യനെ അവതരിപ്പിച്ച ആദ്യത്തെ മനുഷ്യന്റെ പേരായിട്ടാണ് ഭാഗവതത്തിൽ ആരുടെ പേര് പറയുന്നത്? സ്വയംഭൂമനു. സ്വയംഭൂമനു, സ്വയംഭൂമനു എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആള് തന്നെയാണ്, ഭവിച്ച ആളാണ് മനു. അങ്ങനെ നിങ്ങൾ വാക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മറ്റു മതം പറയുന്നത് പോലെ ഇല്ലാത്ത ഒരാളെ ഒരിക്കലും സൃഷ്ടിച്ച ഒരു കഥ ഇവിടെ ഇല്ല. അതുപോലെ മരണാനന്തരം ഒരു സ്വർഗവുമില്ല. ഇവിടെ ഉള്ളതെന്നും സത്ത് ഇവിടെ ഉണ്ട്. സത്തിനെ ഒരിക്കലും അസത്താക്കാൻ പറ്റില്ല. ഉള്ളതെന്നും ഇവിടെ ഉണ്ട്. ഇനി എന്തെന്നാണോ എന്തുണ്ടായത് അത് അതിലേക്ക് തിരിച്ചു പോകുന്നൊരു ചക്ര രൂപമാണ് ഈ വ്യവസ്ഥ മുഴുവൻ. അല്ലാതെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നില്ല, സ്വർഗത്തിലേക്കും നരകത്തിലേക്കല്ല. ഈ ഒരു വ്യക്തത നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് കൂടുതൽ ഒരു ബോധത്തോടെ എങ്ങോട്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവും. നമുക്ക് നാളെ കൂടുതൽ വ്യക്തത